ഹലോ ഹായ് ഫ്രണ്ട്സ്, കല്യാണത്തിന് പോകുമ്പോൾ ചെയ്ത ഒരു മേക്കപ്പ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ റീക്കിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ സ്കിന്നിന് സ്യൂട്ടായ ഒരു മോയ്സ്ചറൈസറാണ്. ഫേസിലും നെക്കിലും ഇയേഴ്സിൻ്റെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. മോയ്സ്ചറൈസർ നന്നായിട്ട് നമ്മുടെ ഫേസിലും നെറ്റിയിലും എല്ലാ ഭാഗത്തും ഇട്ടതിന് ശേഷം നെക്കിൽ എല്ലാ ഭാഗത്തും ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. മോയ്സ്ചറൈസറൊക്കെ നമ്മൾ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് സ്കിന്ന് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും നല്ല ഒരു ഇതാണ്. ഇതിപ്പം എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. അതിന് ശേഷം ഞാനൊരു പ്രൈമറാണ് ഇട്ട് കൊടുക്കുന്നത്. സൺസ്ക്രീൻ ഇടുന്നില്ല. ഇതിപ്പോൾ രാത്രിയിലത്തെ ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യം വരുന്നില്ല. അതിനുശേഷം ഞാനിവിടെ സ്മോൾ ക്വാണ്ടിറ്റി പ്രൈമർ എടുത്തിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കയ്യിൽ വരുന്ന ബാലൻസ് നെറ്റിയിലും ബാക്കി ഭാഗങ്ങളിലൊന്ന് കഴുത്തിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ MM-ൻ്റെ ഒരു കൺസീലറാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല അടിപൊളി കൺസീലറാണ്. കണ്ണിൻ്റെ താഴ്ഭാഗത്തും മേലെ ഭാഗത്തൊക്കെ ഇട്ടിട്ട് പിന്നെ ചുണ്ടിൻ്റെ ആ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഏതാണോ സുഖം അതിനനുസരിച്ചിട്ട് ഇത് ചെയ്യുക. ഇപ്പം ബ്രഷ് ആണെങ്കിൽ ബ്രഷ്, അല്ലെങ്കിൽ ചിലർക്ക് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ആദ്യം അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഹൈ കവറേജ് ഒരു ഫൗണ്ടേഷനാണ് അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നാച്ചുറൽ ഐവറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല നമുക്ക് ഈ രാത്രിയിലത്തെ ഫങ്ഷനൊക്കെ പറ്റിയൊരു ഫൗണ്ടേഷനാണ്. അതിലേക്ക് ഞാൻ പ്രോസ്ട്രോബ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. NYBയുടെ ഇതൊരു നാച്ചുറൽ സ്ട്രോബ് ക്രീമാണ്. നമുക്കങ്ങനെ ഇട്ടതായൊന്നും അറിയേയില്ല, എന്നാലും ഓവറായിട്ട് തോന്നിക്കുകയില്ല. അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടുന്ന ഒരു സ്ട്രോബ് ക്രീമാണ്. അതിലേക്ക് അതെന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലും നെക്കിലും ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പാച്ചായിട്ടാണ് ഉണ്ടാവുക. ഡോട്ടായിട്ട് ഇടുന്ന സമയത്ത് ആ ഒരു ഫിനിഷ് ലുക്ക് കിട്ടും എന്തായാലും ഫൗണ്ടേഷൻ ഇടുന്നതിൻ്റെ. അതിനുശേഷം നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ബ്ലെൻഡ്. അടുത്തതായിട്ട് ഇബ കോസ്മെറ്റിക്സിൻ്റെ ഒരു കോമ്പാക്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ബ്രഷ് വെച്ചിട്ട് എടുത്തതിന് ശേഷം കുറച്ച് പുറത്തേക്ക് തട്ടിക്കളഞ്ഞിട്ട് ഫേസിലും നെക്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഫിനിഷ് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ K-Beautyയുടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു സ്റ്റിക്കാണിത്. നമുക്ക് നല്ല കണ്ണ് നല്ല എടുത്തറിയണമെന്നുണ്ടെങ്കിൽ ഫങ്ഷനിലുള്ള നമുക്ക് കണ്ണ് കുറച്ച് ബ്രൈറ്റായിട്ട് അറിയണമെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് അടിപൊളിയായിരിക്കും. ഇതും നല്ലൊരു സ്റ്റിക്കാണ്. അതുപോലെ തന്നെ റെനയും നല്ലൊരു സ്റ്റിക്കാണ്. ഇങ്ങനത്തെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റിക്കാണ് നമുക്ക് നല്ലത്. പിന്നെ അതിനുശേഷം ഞാനിവിടെ മാർസിൻ്റെ ഒരു ഐലൈനറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാ ഒരു നോർമൽ സ്റ്റിക്കാണ്. അപ്പം ഏതാ പ്രോഡക്റ്റ് കുറച്ചായി എൻ്റെ കയ്യിലുള്ളതാണ്. ഇത് ബ്രൗൺ ഷെയ്ഡ് ഉള്ള ഒരു പെൻസിലാണ്. നല്ല അടിപൊളി ഒരു ഷെയ്ഡ്, നമുക്ക് കൊണ്ടുപോകാനോ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി. അതിനുശേഷം ഞാൻ മാർസിൻ്റെ ഒരു എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറയുന്ന ഒരു ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. നമ്മളെല്ലാ ലിപ്സ്റ്റിക്കിൻ്റെയും കൂടെ ഇപ്പോൾ. അതിനുശേഷം കളർ ബാറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം സ്റ്റോണിൻ്റെ ഈ ഒരു സ്മോൾ ഒരു
പൊട്ടും തൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു സാരി വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ അതാണ് മാച്ച് ആവാന്ന്. അപ്പം ഈ ഒരു NYയുടെ ഒരു ബ്ലഷും കൂടെ ഇട്ടതിന് ശേഷം ഞാനൊന്ന് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത്. നമ്മൾ സാരിയും എല്ലാം ഇട്ട് ഇയറിങ്സും എല്ലാം ഇട്ട് ഫൈനൽ ലുക്ക്. അതിന് ശേഷം ബ്ലഷ് ഇട്ടതിന് ശേഷം ഈ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ. അതിനുശേഷം നന്നായിട്ട് നമ്മൾ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വീശി കൊടുക്കുക. എന്നാൽ നന്നായിട്ട് സ്കിന്ന് അവിടെ ലോങ് ലാസ്റ്റിങ് മേക്കപ്പ്. അതിനോട് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു മാലയാണ് ഞാൻ ഇതിൻ്റെ കൂടെ വെയർ ചെയ്തത്. ഈ ഒരു ഇയറിങ്സ് ഇത് എന്തോ പീക്കോക്ക് ഇയറിങ്സ് എങ്ങാനാണ്. അപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ മേക്കപ്പ് വീഡിയോ, ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയുക, സബ്സ്ക്രൈബും ചെയ്യുക.